8ാം ക്ലാസ്സിലെ മലയാളം ക്ലാസ്സിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ വഴിയാത്ര എന്നുള്ള പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുസ്തകത്തിൽ 14ാമത്തെ പേജ് 3ാമത്തെ പാരഗ്രാഫാണ് തുടർന്ന് പഠിക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടാകും. പഴയകാലത്തെ ധനാഢ്യരായിട്ടുള്ള പല ഗൃഹസ്ഥന്മാരും വഴിയാത്രക്കാരെ പരമാവധി സൽക്കരിച്ച് തങ്ങളുടെ സമ്പത്തൊക്കെ ക്ഷയിച്ച് അവർ മരണപ്പെടുമ്പോൾ പല കുടുംബങ്ങളും അനാഥത്വത്തിലേക്ക് വഴുതി വീണ കാഴ്ചയാണ് നമ്മൾ ഒടുവിൽ കണ്ടത്. തുടർന്ന് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വഴിയാത്രകൾ കൊണ്ട് ചില കുടുംബങ്ങൾക്കുണ്ടായ ചില നേട്ടങ്ങളെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അതായത് ചില വൈവാഹിക ബന്ധങ്ങൾ, ചില കുടുംബ ബന്ധങ്ങൾ, ചില ദാമ്പത്യ ബന്ധങ്ങൾ ഇത്തരത്തിലുള്ള വഴിയാത്രക്കാരെ സൽക്കരിക്കുക നിമിത്തം ചിലയിടത്ത് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇങ്ങനെ യാത്ര പുറപ്പെടുന്ന ഒരു വ്യക്തി ഒരു വീട്ടിൽ, വഴിയരികിലുള്ള ഒരു വീട്ടിൽ തങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വിവാഹപ്രായമെത്തിയ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരെ കണ്ടുമുട്ടുകയും തങ്ങൾക്ക് സാമൂഹ്യപരമായും സാമ്പത്തികമായും തങ്ങളുടെ കുടുംബവുമായി യോജിച്ചു പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ വിവാഹ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുക, കാരണവന്മാർ തമ്മിൽ അല്ലെങ്കിൽ മുതിർന്നവർ തമ്മിൽ സംസാരിക്കുകയും തുടർന്ന് അങ്ങനെ വിവാഹങ്ങൾ പലതും ഇങ്ങനെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പാരഗ്രാഫിൽ പറയുന്ന മറ്റൊരു കാര്യം, സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾ, സ്ഥിരമായി ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇന്ന വീട്ടിൽ നിന്ന് അത്താഴം കഴിക്കാം, ഇന്ന വീട്ടിൽ ചെന്ന് രാവിലത്തെ അടുത്ത ദിവസം പ്രഭാതത്തെ കഞ്ഞി കുടിക്കാം എന്നൊക്കെ മുൻ നിശ്ചയിച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നവരും പതിവായിരുന്നു. കാരണം അവർ സ്ഥിരമായി ഒരേ റൂട്ടിൽ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചിരപരിചിതമായ വീടുകൾ ഈ വഴിയിലുണ്ടാവുക സ്വാഭാവികമായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. ഈ മാതിരി വഴിയാത്രകളും വിശ്രമങ്ങളും പല ബന്ധങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വഴിയാത്രകൾ പല കുടുംബ ബന്ധങ്ങൾക്ക് കാരണമായി മാറിയിട്ടുണ്ട്. ചില ഗ്രഹങ്ങളിലെ ഔദാര്യവും പ്രതാപവും മറ്റും തുല്യസ്ഥാനികരായ യാത്രക്കാരെ ആ ഗ്രഹങ്ങളുമായുള്ള ദാമ്പത്യ ബന്ധത്തിന് പ്രേരിപ്പിക്കുകയും തദനുസരണം ആലോചനകൾ ഉണ്ടാവുകയും വിവാഹങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വീടുകളിലെ വഴിയാത്രക്കാരോട് അവർ കാണിക്കുന്ന ഔദാര്യം, അതുപോലെ ആ സ്ഥലത്ത് അവർക്കുള്ള പ്രതാപവും ഐശ്വര്യവും, ഇതൊക്കെ അവിടെ അതിഥികളായി എത്തുന്ന ആളുകളെ അവർ തുല്യസ്ഥാനികരാണെങ്കിൽ തങ്ങളുടെ കുടുംബത്തിന് യോജിക്കത്തക്ക നിലയിലുള്ള അന്തസ്സും ആഭിജാത്യവുമാണ് ആ ഉള്ളതെങ്കിൽ ആ ഗ്രഹങ്ങളുമായുള്ള ഒരു ദാമ്പത്യ ബന്ധത്തിന് ഒരു പ്രേരണ ഉണ്ടാവുകയും അതനുസരിച്ച് ആലോചനകൾ ഉണ്ടാവുകയും വിവാഹാലോചനകൾ ഉണ്ടാകും. അതുപോലെ അങ്ങനെ വിവാഹങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുല്യസ്ഥാനികരായിട്ടുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധത്തിനും ഇത്തരത്തിലുള്ള വഴിയാത്രകളും ഈ സഞ്ചാരികളുടെ ആതിഥേയത്വവും ഒക്കെ കാരണമായി തീർന്നിട്ടുണ്ട്. ഇനി ഏതായാലും വീട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ തന്നെ ഒരാൾ ഇന്ന് അത്താഴം ഇന്ന വീട്ടിൽ, നാളെ കാലത്തെ കഞ്ഞി ഇന്ന വീട്ടിൽ എന്നിങ്ങനെ തീർച്ചപ്പെടുത്തുക പതിവാണ്. അതായത് സ്ഥിരമായി ഒരേ റൂട്ടിൽ തന്നെയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ദിവസവും യാത്ര പുറപ്പെടുമ്പോൾ തന്നെ ഇന്ന വീട്ടിൽ ചെന്ന് അത്താഴം കഴിക്കാം, നാളെ രാവിലെ ഇന്ന വീട്ടിൽ നിന്ന് കഞ്ഞി കുടിക്കാം എന്നൊക്കെ നേരത്തെ തീരുമാനിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതും പതിവായിരുന്നു. അടുത്ത പാരഗ്രാഫ്. അപ്പോൾ അത്തരത്തിലുണ്ടായിരുന്ന പഴയ യാത്ര ഇന്ന് വളരെയധികം വ്യത്യാസം പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. പിന്നെ പഴയ യാത്രയിൽ ചില ഒരു രസകരമായ ചില ഉദാഹരണങ്ങൾ കൂടെ ഒന്ന് പറയുകയാണ്. നോക്കുക. അങ്ങനെ കഴിഞ്ഞ വഴിയാത്ര ഇപ്പോൾ എത്ര ഭേദപ്പെട്ടിരിക്കുന്നു. സാധാരണ ഇതിൽ ഭേദപ്പെടുക എന്ന് പറയുന്നത് നന്നായി എന്ന അർത്ഥമാക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഭേദം എന്നുള്ളതിന് ഇവിടെ വ്യത്യാസം എന്നാണ് അർത്ഥം.
അപ്പോൾ അത്തരത്തിൽ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച രീതിയിലൊക്കെ ഉള്ള വഴിയാത്രയ്ക്ക് ഇന്ന് ഒരുപാട് വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അല്ലെ, ഇപ്പോൾ എത്ര ഭേദപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര നന്നായിരിക്കുന്നു എന്നല്ല, ഇവിടെ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. അന്നത്തെ വഴിയാത്രയ്ക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞു വരുന്ന മറ്റൊരു ഗുണം അതൊരാളുടെ ലോകപരിചയം വളരെ വർദ്ധിപ്പിക്കുന്നതിന് ഉതകിയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോകപരിചയം വർദ്ധിപ്പിക്കുന്നതിന്, അപ്പോൾ നമുക്കറിയാം ഇന്നത്തേതുപോലുള്ള ആധുനികമായ വാർത്താ മാധ്യമങ്ങളൊന്നും നിലവില്ലാതിരുന്നത് കൊണ്ട് ഒരു സ്ഥലത്തുള്ള കാര്യങ്ങൾ ദൂരെയുള്ള മറ്റൊരാൾ അറിയുന്നത് തീർച്ചയായിട്ടും വഴിയാത്രക്കാരിലൂടെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഈ വഴിയാത്രകൾ, അതുപോലെ യാത്രക്കാർ ഓരോ സ്ഥലങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലങ്ങളുമായി അടുത്ത് ഇടപഴകി അങ്ങനെ ധാരാളം ലോകപരിചയം വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള വഴിയാത്രകൾ സഹായിച്ചിരുന്നു. അത് കള്ളവുമല്ല. ഇനി നോക്കുക, അടുത്ത് ആ ഉദാഹരണങ്ങൾ, വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള കുറേ ആളുകൾ ഒരുമിച്ചൊരു യാത്ര പോകുമ്പോൾ എങ്ങനെയായിരിക്കും അനുഭവം? വ്യത്യസ്ത സംസ്കാരമുള്ള, വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള, വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട, വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുള്ള, വ്യത്യസ്തമായ ഉപജീവന മാർഗങ്ങൾ അല്ലെങ്കിൽ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവർ ഒരുമിച്ച് ഒരു യാത്ര നടത്തുമ്പോൾ, ഒരു വള്ളയാത്ര നടത്തുകയാണ്, ഒരു ജലയാത്ര നടത്തുകയാണ്. അപ്പോൾ ഇവർ യാത്ര പുറപ്പെടുന്ന സ്ഥലത്ത് നിന്നും അവർ തിരിച്ച് അവർ എവിടെയാണോ അവർക്ക് എത്തിച്ചേരേണ്ടുന്നത് ആ സ്ഥലത്ത് എത്തിച്ചേരുന്നതിന് മുൻപ് അവർ തമ്മിലുണ്ടാകുന്ന ഒരു സൗഹൃദമുണ്ടല്ലോ, ഈ സൗഹൃദവും ആശയവിനിമയ നിമിത്തം വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള സംസ്കാരത്തെക്കുറിച്ചും മറ്റു രീതികളെക്കുറിച്ചും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെ രസകരമായി അടുത്ത വലിയ പാരഗ്രാഫിൽ വർണ്ണിക്കുകയാണ്. നോക്കുക, അന്നത്തെ വഴിയാത്രയ്ക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞു വരുന്ന മറ്റൊരു ഗുണം അതൊരാളുടെ ലോകപരിചയം വളരെ വർദ്ധിപ്പിക്കുന്നതിനുതകിയിരുന്നു എന്നതാണ്. അത് കള്ളവുമല്ല. നോക്കുക, ഉദാഹരണം, കൊല്ലം വലിയ പാലക്കടവിൽ നിന്ന് ഒരു തപാൽ വള്ളം തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലത്തുള്ള വലിയ പാലക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു തപാൽ വള്ളം യാത്ര പുറപ്പെടുകയാണ്. ഇപ്പോൾ തപാൽ ഉരുപ്പടികൾ കൊണ്ടുപോകുന്ന ഒരു വള്ളം കൊല്ലത്തു നിന്നാണ് യാത്ര പുറപ്പെടുന്നത്, തിരുവനന്തപുരത്തേക്കാണ് യാത്ര. അതിൽ അംബാസമുദ്രക്കാരൻ ഒരു ചെട്ടിയാർ, ആ വള്ളത്തിൽ കുറേ പേര് യാത്ര ചെയ്യുന്നുണ്ട്. നോക്കുക ആരൊക്കെയാണെന്ന്. ഒന്ന്, അംബാസമുദ്രക്കാരൻ ഒരു ചെട്ടിയാർ. അംബാസമുദ്രം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിലേ അല്ല, പിന്നെ എവിടെയാണ്? തമിഴ്നാട്ടിലാണ് അല്ലേ. അപ്പോൾ തമിഴ്നാട്ടിലുള്ള അംബാസമുദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു ചെട്ടിയാർ സമുദായത്തിൽപ്പെട്ട ഒരു ആൾ. പഴയകാലത്ത് ഈ ചെട്ടിയാർമാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. തമിഴ്നാട്ടിലൊക്കെ ചെട്ടിയാർ സമുദായക്കാർ പൊതുവെ ബിസിനസ്സുകാരാണ്, അവർ കച്ചവടക്കാരാണ്. ഇനി അടുത്ത് നോക്കുക, പറവൂർക്കാരൻ ഒരു ഹൈക്കോടതി കക്ഷി. പറവൂർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, എറണാകുളം ജില്ലയിലാണ് പറവൂർ. അതുപോലെ ഈ പറവൂർ ഉള്ള ഒരു ഹൈക്കോടതിയിൽ എന്തോ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു വ്യക്തി. കൊല്ലത്ത് ഒരു പരവൂരുണ്ട്, ആ പരവൂരല്ല, ഇത് പറവൂർ എറണാകുളത്താണ്. ഇനി പത്തനാപുരത്തുകാരൻ ഒരു മൈദീൻ പിച്ച മുതലാളി. പത്തനാപുരത്ത് ഉള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു മുതലാളി. പിന്നെ ചവറക്കാരൻ ഒരു ഗൃഹസ്ഥൻ. ചവറ നമുക്കറിയാം കൊല്ലം ജില്ലയിലാണ്. പിന്നെ പെരിങ്ങനാട്ടുകാരൻ ഒരു നമ്പ്യാതി, തുമ്പമൺകാരൻ ഒരു വാദ്യാർ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത, പ്രാക്കുളത്തുകാരൻ ഒരു രോഗി, മാവേലിക്കരക്കാരൻ ഒരു മന്ത്രവാദി ജ്യോത്സ്യൻ എന്നിങ്ങനെയാണ് യാത്രക്കാർ. അപ്പോൾ നോക്കുക, വിവിധ ജില്ലകളിലുള്ള ആൾ, ആലപ്പുഴ ജില്ലയിലുള്ള ആണ് ഈ തുമ്പമണ്ണും മാവേലിക്കരയൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത ജില്ലയിലുള്ള, അത് ആലപ്പുഴ ജില്ലയിലുള്ള ആളുണ്ട്, കൊല്ലം ജില്ലയിലുള്ള ആളുണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളുണ്ട്, അല്ല എറണാകുളത്തുള്ള ആളുണ്ട്. ഇവരൊക്കെ കൂടെ യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായ സമുദായക്കാരാണ്, വ്യത്യസ്തമായ ആവശ്യങ്ങളുമായി യാത്ര ചെയ്യുന്നവരാണ്, വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ളവരാണ്. അപ്പോൾ ഇവർ വള്ളത്തിലാണ് യാത്ര പുറപ്പെടുക. അപ്പോൾ ഇങ്ങനെ പരസ്പരം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ആളുകൾ കണ്ട മാത്രയിൽ തന്നെ ഉടനെ അങ്ങ് ആലിംഗനം ചെയ്യുകയും സുഖപുരാന്വേഷിക്കുക അങ്ങനെയൊന്നും ചെയ്യൂല. അല്ല, ക്രമേണയായിരിക്കും ഓരോരുത്തർ സംസാരം തുടങ്ങുക. അപ്പോൾ ആദ്യം ആരും പരസ്പരം അറിയാതെ ഒരു നാഴിക അവരവരുടെ സ്ഥാനങ്ങളിലിരിക്കുന്നു, യാത്ര തിരിച്ചു. അപ്പോൾ ഒരു നാഴികയോളം ദൂരം ആരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല.
പരസ്പരം അറിയുന്നില്ല. അങ്ങനെ യാത്ര തിരിക്കുകയാണ്. കുറേ സമയം ഇങ്ങനെ ഇരുന്ന് മുഷിഞ്ഞു അല്ലേ. അപ്പോഴാണ് പറവൂർക്കാരൻ ചവറയോട് ചോദിക്കുകയാണ്, ഈ ആലപ്പുഴക്കാരൻ കൊല്ലംകാരനോട് ചോദിക്കുകയാണ്, ചേട്ടാ ചുണ്ണാമ്പുണ്ടോ? അപ്പോൾ ചുണ്ണാമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചുണ്ണാമ്പ് ഉപയോഗിക്കുന്നത് ഈ വെറ്റില മുറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെറ്റില മുറുക്കുന്ന ആളുകൾ അതിൽ ഈ വെറ്റിലയുടെ പിൻഭാഗത്ത് ഈ ചുണ്ണാമ്പ് ഇങ്ങനെ പുരട്ടുന്ന പതിവുണ്ടായിരുന്നു. നിങ്ങൾ ഇന്നത് വ്യാപകമായിട്ട് നമ്മളൊന്നും കാണുന്നില്ല. മുൻപൊക്കെ ഈ വെറ്റില മുറുക്കുന്നത് തന്നെ ഒരു പ്രൗഢിയുടെയൊക്കെ പ്രതീകമായിട്ടൊക്കെ ആളുകൾ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മുൻപൊക്കെ വിവാഹ വീടുകളിലും മരണ വീടുകളിലുമൊക്കെ ഈ വെറ്റിലയും പാക്കും അത് നാലും കൂട്ടി മുറുക്കാറുള്ള സംവിധാനമൊക്കെ ചെയ്ത് വയ്ക്കുക പതിവുണ്ടായിരുന്നു. നമുക്കറിയാം പിന്നീട് ഇത് ഈ പുകയില ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നു എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രചാരം വളരെ കുറഞ്ഞു. മുമ്പ് അതൊരു അവശ്യ ഘടകം എന്ന് വേണമെങ്കിൽ പറയും. ഈ മരണ വീടുകളിൽ പിന്നെ അതുപോലെ കല്യാണ വീടുകളിൽ ഒക്കെ ആൾക്കാർ ഒക്കെ വരുമ്പോൾ അവരാദ്യം തന്നെ ഇത് ഭക്ഷണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മരണ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം അന്വേഷിക്കുന്നത് എവിടെയാണ് മുറുക്കാൻ വെച്ചിരിക്കുന്നത് എന്നൊക്കെ. ഇതൊക്കെ 10-30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വളരെ വ്യാപകമായിരുന്നു. അതൊന്നും കാണാനില്ല. ഇത് നോക്കെ. അപ്പോൾ ഇവിടെ എറണാകുളം ജില്ലയിലെ പറവൂർകാരൻ ഒരു ഹൈക്കോടതി കക്ഷിയുണ്ടല്ലോ അല്ലേ, ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന ആളും അദ്ദേഹം ഈ ചവറക്കാരനായിട്ടുള്ള ഒരു ഗൃഹസ്ഥനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ചേട്ടാ ചുണ്ണാമ്പുണ്ടോ? പിന്നെ തുടർന്ന് സംഭാഷണമായി. അതുപോലെ ഈ പ്രാക്കുളം പെരിങ്ങനാടിനോട് ചോദിക്കുകയാണ്. പെരിങ്ങനോട് പറഞ്ഞു, തിരുമേനി ഒന്ന് മാറിയിരിക്കണേ. ഈ പ്രാക്കുളത്ത് നിന്ന് വന്ന ആ വ്യക്തി, ആ മനുഷ്യൻ ഈ അവിടെ ഒരു നമ്മൾ കണ്ടു ഒരു ബ്രാഹ്മണൻ ഉണ്ടല്ലോ അല്ലേ, ഒരു പെരിങ്ങന തിരുമേനി, അദ്ദേഹത്തോട് അല്പം ഒന്ന് നീങ്ങിയിരിക്കാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ തുടർന്ന് സംഭാഷണമായി. ഇങ്ങനെ അതോടൊപ്പം തുമ്പമൺ മാവേലിക്കരോട് പറയണ ഉഷ്ണാസഹ്യം എന്താണോ ചെയ്യേണ്ടത്, അതിനെ തുടർന്ന് സംഭാഷണമായി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിയ ഈ സംഭാഷണം തുടർന്ന് അതൊരു വളരെ ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഒരു വ്യക്തിപരമായ സംഭാഷണമായി അത് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ മണിക്കൂറുകൾ പലത് കഴിയും. അപ്പോൾ കുറേ നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ മുഷിയും. അതിനുശേഷം ഓരോരുത്തർക്ക് മയക്കം വന്നു തുടങ്ങും, അല്ല ഓരോരുത്തരങ്ങ് മയങ്ങും. അത് മയങ്ങുമ്പോൾ പതുക്കെ അല്ലേ എവിടെയാണോ ഇരിക്കുന്നത് ആ ഭാഗത്ത് അങ്ങോട്ട് ചായും. പിന്നീട് എന്താ സംഭവിക്കുക എന്ന് നോക്കുക. അത് വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നേരം സന്ധ്യയാകുമ്പോഴേക്കും അംബാസമുദ്രം ചെട്ടിയാരും മാവേലിക്കര ജ്യോത്സ്യനും കൂടി നവദമ്പതിമാരെ പോലെ അടുത്തടുത്ത് കിടക്കുന്നത് കാണാം. അല്ല, വളരെ രസകരമായൊരു അവതരണമാണ്. അത് തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തു നിന്ന് വന്ന ചെട്ടിയാരും മാവേലിക്കരയിലുള്ള ജ്യോത്സ്യനും കൂടെ അടുത്തിടെ വിവാഹം കഴിഞ്ഞ ഭാര്യാഭർത്താക്കന്മാരെ പോലെ അടുത്തടുത്ത് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ കഴിയും. പിന്നെയോ പെരിങ്ങനാട്ട് നമ്പ്യാതിയുടെ പൂണൂല് പത്തനാപുരം മൈദീൻ പിച്ചയുടെ നീണ്ട താടിയിൽ കുരുങ്ങിയിരിക്കുന്നത് കാണാൻ. അല്ല, ഈ നമ്പൂതിരിയുടെ പൂണൂല് ഒരു മുസ്ലിം സമുദായക്കാരനായിട്ടുള്ള മൈദീൻ പിച്ചയുടെ മൈദീൻ പിച്ച മുതലാളിയുടെ താടിയിൽ ഇരിക്കുന്നത് കാണാം. എന്ന് പറഞ്ഞാൽ ഇവർ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ വന്നപ്പോൾ പറ്റിയതാണ്. പിന്നെ പറവൂർക്കാരൻ്റെ കേസുകെട്ടിലെ പത്രികയിൽ പ്രാക്കുളം രോഗി ലേഹ്യം പൊതിഞ്ഞിരിക്കുന്നതായി കാണാം. അതുപോലെ പറവൂരെന്ന് വന്ന ഈ ഒരു ഹൈക്കോടതി കക്ഷിയുണ്ടല്ലോ, അവരുടെ ഈ കേസുകെട്ടിൽ പൊതിഞ്ഞിരുന്ന ഒരു പത്രിക, ഒരു കടലാസിൽ, ഒരു പത്രത്തിൽ ഈ പ്രാക്കുളത്ത് നിന്ന് വന്ന ആ രോഗി പിന്നെ തൻ്റെ ലേഹ്യം അങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ അവർ കഴിയുന്നു, ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കഴിയുന്നു. അപ്പോൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്ന വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കഴിയുകയാണ്. അപ്പോൾ ഇതിനിടയിൽ പരസ്പരം ഓരോ നാട്ടിലെ കഥകൾ ഒക്കെ ഇവർ പരസ്പരം സംസാരിക്കുകയും അടുത്തിടെ പോലെ ഈ വിശേഷങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്തപ്പോൾ എന്താ ഉണ്ടായത്? അംബാസമുദ്രം തോർത്തിൻ്റെ വിലകൾ ചവറക്കാരൻ ഗൃഹസ്ഥൻ പഠിക്കുന്നു. തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തിലെ തോർത്തിൻ്റെ വിലകൾ എങ്ങനെയാണ് വില എന്നുള്ളത് ഈ കൊല്ലത്തെ ചവറക്കാരനായിട്ടുള്ള ഗൃഹസ്ഥൻ മനസ്സിലാക്കി കഴിയും. പിന്നെ തിരുവനന്തപുരത്തെ വക്കീലന്മാരുടെ സാമർഥ്യങ്ങളൊക്കെ തുമ്പമൺകാരൻ വാത്തിയാർ മനസ്സിലാക്കി കഴിയും. പിന്നെ ചുരുക്കത്തിൽ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം കുഞ്ചൻ നമ്പ്യാരുടെ എഴുതിയ
മഹാകാവ്യമാണ്. കുഞ്ചൻ നമ്പ്യാരുടെ മഹാകാവ്യമാണ് ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം. അല്ല, മണിപ്രവാള ഭാഷയിൽ അദ്ദേഹം എഴുതിയ കൃതി. മണിപ്രവാളം എന്ന് പറയുമ്പോൾ സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളും മുത്തും പവിഴുമെന്ന കണക്ക് കോർത്ത് രചിക്കുന്ന ഭാഷാരീതി. മലയാളവും സംസ്കൃതവും, അതാണ് മണിപ്രവാളം ഭാഷ. ഈ മണിപ്രവാള ഭാഷയുടെ പ്രത്യേകത അതിൽ ഈ സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളും വേർതിരിച്ചെടുക്കുവാനും വലിയ പ്രയാസമായിരിക്കും. അത്തരത്തിലുള്ള മനോഹരമായ ഒരു കൂടിച്ചേരലാണ് അവയ്ക്ക് തമ്മിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ അദ്ദേഹം എഴുതിയ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം കുഞ്ചൻ നമ്പ്യാർ എഴുതിയ മഹാകാവ്യമാണ്. അതിൽ ഇപ്രകാരം ഒരു വരിയുണ്ട്: ധനിക്ക് ശത്രുക്കൾ അസംഖ്യമുണ്ടാകാം. ധനിക്ക്, അല്ലേ, ധനം, ആ ധനം, ധനിക്ക് ശത്രുക്കൾ അസംഖ്യമുണ്ടാകാം. അപ്പോൾ ഇതിൽ എൻ്റെ അർത്ഥം എന്താണ്? പണക്കാരായിട്ടുള്ള ആളുകൾക്ക് അസംഖ്യം ശത്രുക്കളുണ്ടാകാം എന്നാണ്. അപ്പോൾ ഇതിൽ ധനി എന്നുള്ളത് തനിക്ക് ശത്രുക്കളെന്ന് വായിച്ചുകൂടെന്നും, അല്ലേ, തനി എന്ന് വായിച്ചു കഴിഞ്ഞാൽ അർത്ഥം മാറിയില്ലേ? തനിക്കെന്ന് പറഞ്ഞാൽ അതാത് മനുഷ്യന്, അല്ല, ഓരോരുത്തർക്കും. എന്നാൽ ധനി എന്നാൽ ധനവാനാണെന്ന് അർത്ഥം. വാദ്യാർ മൈദീൻ പിച്ച മുതലാളിയെ വീറോടെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അപ്പം ഈ വാദ്യാർ ഒരു അധ്യാപകനുണ്ടല്ലോ, ഈ അധ്യാപകൻ മൈദീൻ പിച്ച മുതലാളിയോട്, അല്ലേ, സംഭാഷണം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓരോ അക്ഷരങ്ങൾ വാക്കുകളൊക്കെ ഉച്ചരിക്കേണ്ടുന്ന ഇത് എപ്രകാരമായിരിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും, അല്ലേ, ധനി എന്നുള്ളത് തനി എന്നായ അർത്ഥം മാറി, അല്ലേ, ധനി പണക്കാരൻ, അല്ലേ, തനി എന്ന് പറഞ്ഞാൽ തനിക്ക് എന്ന് പറയുമ്പോൾ, അല്ലേ, തന്നെത്താനുള്ള ആൾ, അല്ലേ, താൻ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ആ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ ചുരുക്കത്തിൽ മലയാള ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ യാത്രാസംഘത്തിലുള്ള വാദ്യാർ മൈദീൻ പിച്ച മുതലാളിയെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഒടുവിൽ കൽപ്പാലക്കടവിൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എത്തുമ്പോഴേക്കും നമ്പ്യാദിക്ക് ഖുറാനെ പറ്റി അല്പം അറിയാം. പിന്നെ എത്രമാത്രം അവിടെ സംസാരിച്ചിരിക്കുന്നു നോക്കുക. പിറ്റേന്ന് അവർ, അല്ലേ, യാത്ര പുറപ്പെട്ട് ഈ സ്ഥലത്ത് തിരിച്ചെത്തുമ്പോൾ പിറ്റേന്ന് നിർദ്ദിഷ്ട സ്ഥലമായ കൽപ്പാലക്കടവിൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് എത്തുമ്പോഴേക്കും ഇവർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒരു നമ്പ്യാദിയായിട്ടുള്ള മനുഷ്യന് ഖുറാനെ പറ്റി കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കുക. ആരിൽ നിന്ന് പഠിച്ചിരിക്കും? മൈദീൻ പിച്ച മുതലാളിയിൽ നിന്ന് പഠിച്ചിരിക്കുക. അല്ലെ, ജ്യോത്സ്യന് പറവൂരെ ഗൃഹസ്ഥന്മാരെ പറ്റി നല്ലതുപോലെ അറിയാം. ജ്യോത്സ്യൻ ഇത് എറണാകുളം ജില്ലയിലെ പറവൂരുള്ള സാധാരണ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ച് കുറേ അറിവുകളൊക്കെ ഈ പറവൂർകാരനിൽ നിന്ന് ജ്യോത്സ്യൻ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ ഗൃഹസ്ഥന് പെരിങ്ങനാട്ട് മരിച്ചീനി കൃഷിയെപ്പറ്റി വിവരിച്ചറിയാം. അല്ല, പെരിങ്ങനാട്ടുകാരനുണ്ടല്ലോ, അല്ലേ, അയാൾ ആ നാട്ടിലെ മരിച്ചീനി കൃഷിയെ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് കേട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞു. രോഗിക്ക് അംബാസമുദ്രത്തിലെ ഒരു നല്ല ചിന്താർമണി വൈദ്യൻ്റെ പാഠപത്തെപ്പറ്റി ധാരാളം അറിയാം. ഒരു രോഗി ഉണ്ടായിരുന്നല്ലോ, ഈ രോഗിയോട് അംബാസമുദ്രത്തിൽ നിന്ന് വന്ന കച്ചവടക്കാരൻ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ അംബാസമുദ്രത്തിലുള്ള ചിന്താർമണി എന്ന പേരുള്ള ഒരു വൈദ്യരുടെ ചികിത്സാ പാഠപത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഈ രോഗിയോട് സംസാരിച്ചു. അതങ്ങനെ രോഗി മനസ്സിലാക്കി. അങ്ങനെ വ്യത്യസ്ത ദേശങ്ങളിലുള്ള സാമൂഹ്യ പശ്ചാത്തലം, സാംസ്കാരിക പശ്ചാത്തലം, അവിടുത്തെ നാട്ടുവർത്തമാനം, സവിശേഷതകൾ, ഇതൊക്കെ ഇവർ പരസ്പരം പങ്കുവയ്ക്കുക. മാത്രമല്ല, മതഗ്രന്ഥങ്ങളെ പറ്റിയുള്ള ഒരു സംഭാഷണം തന്നെ അവിടെ നടന്നു. അപ്പോൾ വ്യത്യസ്ത മതത്തിലുള്ള, തൻ്റേതല്ലാത്ത മതത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ആ മതഗ്രന്ഥത്തെക്കുറിച്ചുമൊക്കെ അല്പവും സ്വല്പമൊക്കെ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പഴയ വഴിയാത്രകൾ കൊണ്ട് മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ വളരെയധികം ശക്തിപ്പെട്ടിരുന്നു. പരസ്പര അറിവുകൾ ധാരാളം പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഗുണങ്ങൾ അന്നത്തെ ഈ യാത്ര കൊണ്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. ഇന്ന് കൊല്ലത്ത് നിന്ന് ഒരാൾ തിരുവനന്തപുരത്തേക്ക് യാത്ര ആണ്. നമുക്ക് ട്രെയിൻ മാർഗമായിരിക്കും കൂടുതലും യാത്ര ചെയ്യുക. അപ്പോൾ എത്ര പെട്ടെന്ന് വളരെ വേഗത്തിൽ അതിന് തിരുവനന്തപുരത്ത് അവർ എത്തും. അപ്പോൾ ഇതിനിടയിൽ പരസ്പരം ഇത്തരത്തിലുള്ള ഒരു ഇടപഴകൽ ഒന്നും ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, ഇന്നൊക്കെ എല്ലാവരും യാത്രക്കാരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ കാണും, അല്ലേ, അതിൽ നിന്ന് പിന്നെ അതുപോലെ അവർ ഇയർ ഹെഡൊക്കെ വെച്ചിട്ട് അങ്ങനെ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിൽ ചാറ്റ് ചെയ്യുകയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. പെട്ടെന്നൊക്കെ
അതങ്ങ് പഴക്കാല അടുത്തിരിക്കുന്നവനുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുക വളരെ കുറവാണ്. അതാണ് അടുത്ത പാരഗ്രാഫിൽ എളുപ്പമാക്കി തീരും. നോക്കുക. ഇപ്പോൾ എങ്ങനെയാണ് ഇത്രയും പേർ തന്നെ കൊല്ലം റെയിൽവേ ഓഫീസിൽ വരുന്നു. അപ്പോൾ ഇത്രയും പേര് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു എന്ന് കരുതുക, അല്ലേ? പലരായി നിന്ന് ടിക്കറ്റ് വാങ്ങുന്നു, പല മുറികളിൽ കയറുന്നു, അവരിന്ന് ഓരോരുത്തരും ഓരോ സ്ഥലത്തു നിന്ന് ടിക്കറ്റ് വാങ്ങിക്കും, ഓരോ കമ്പാർട്ട്മെൻറ്റുകളിൽ അങ്ങോട്ട് കയറും. രോഗി തൻ്റെ വയറ്റുവേദന ഒന്ന് തിരുമ്മി ശമിപ്പിക്കുന്നതിന് മുൻപ് അപ്പോൾ എത്ര പെട്ടെന്ന് ഇങ്ങനെ എത്തും നോക്കുക. അപ്പോൾ രോഗിയായിട്ടുള്ള ഒരാൾ കാണും, വയറുവേദനയായിട്ടായിരിക്കും കയറുക. അല്പം വയറൊന്ന് തിരുമ്മി തൻ്റെ വേദന ഒന്ന് ശമിപ്പിക്കുന്നതിന് മുമ്പ് വണ്ടി തിരുവനന്തപുരത്ത് എത്തിക്കഴിയും. പിന്നെ ചെട്ടിയാർ, അതായത് കച്ചവടക്കാരനായിട്ടുള്ള ചെട്ടിയാർ അതുവരെയുള്ള തൻ്റെ യാത്രാ ചെലവ് കണക്കിലൊന്ന് കണ്ണോടിക്കുന്നതിന് മുമ്പ് അവരൊക്കെ കച്ചവടക്കാരൊക്കെ കണക്കുകൾ കുറിച്ച് വയ്ക്കുന്നവരാണ്. അതൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോഴേക്കും വണ്ടി തിരുവനന്തപുരത്ത് എത്തിക്കഴിയും. ഗൃഹസ്ഥൻ താൻ ആയിട വാങ്ങിയ കുട ഭദ്രമായി ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുവാൻ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുൻപ്, അതുപോലെ ഗൃഹസ്ഥനായിട്ടുള്ള ആൾ, അല്ല, അയാളുടെ കയ്യിലൊരു കുടയുണ്ട്, പുതിയ കുടയാണ്, അടുത്ത കാലത്ത് വാങ്ങിയതാണ്, എവിടെ വയ്ക്കാമെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചൊക്കെ നോക്കി അതിനൊരു സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുൻപ്, മൈദീൻ വെച്ച മുതലാളി ചമ്പൻ പാക്ക് കൂട്ടി മുറുക്കിയതിൻ്റെ തുപ്പൽ വണ്ടിക്ക് പുറത്തേക്കെന്നുള്ള വ്യാജേന കാറ്റിൻ്റെ ആനുകൂല്യത്താൽ അകത്തേക്ക് മടങ്ങിയെത്തി അടുത്തിരിക്കുന്ന ആളിൻ്റെ മുഖം കുഴമ്പിൽ മുക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഒരാൾ മുറുക്കി തുപ്പുന്നതിന് മുമ്പ് എന്നുള്ളതാണ്. ആ മുറുക്കി തുപ്പുന്നത് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കുക. മൈദീൻ വെച്ച മുതലാളി, അല്ലേ, നല്ല ചമ്പൻ പാക്ക് കൂട്ടി മുറുക്കിയിട്ടെന്താ പുറത്തേക്കൊന്ന് പുറത്തേക്ക് തുപ്പിയ. പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഗ്ലാസ് ഉണ്ട്. ഈ പിന്നെ വണ്ടിക്ക് പുറത്തേക്ക് അങ്ങ് ഈ ഗ്ലാസ്സിലൊക്കെ മാറ്റിയിട്ട് പുറത്തേക്ക് തുപ്പി. പക്ഷേ എന്ത് സംഭവിച്ചിരിക്കും, അല്ലേ? ട്രെയിൻ ശക്തിയായിട്ട് ഓടുകയല്ലേ, ഓടുന്ന ബസ്സിലിരുന്ന് നമ്മൾ പുറത്തേക്ക് തുപ്പി എന്ത് ചെയ്യും? അല്ലെ, തുപ്പൽ പുറകെ ഇരിക്കുന്ന ആളുടെ മുഖത്തായിരിക്കും വീഴുക. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തുപ്പിയ ആ തുപ്പൽ, അല്ല, മുറുക്കി തുപ്പിയ അല്ല, അത് ഇങ്ങോട്ട് അകത്തേക്ക് തന്നെ അടിച്ചു വന്നിട്ട് അടുത്തിരിക്കുന്ന ആളിൻ്റെ, അല്ലേ, ആ മുഖത്തെ കുഴമ്പിൽ മുക്കി. അപ്പോൾ അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ മുറുക്കി തുപ്പുന്നതിന് മുമ്പ് തന്നെ വണ്ടി തിരുവനന്തപുരത്ത് എത്തിക്കഴിയും. പിന്നെ ജ്യോത്സ്യൻ സായിപ്പന്മാരുടെ സൂത്രങ്ങളെ പറ്റിയുള്ള ആലോചന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വണ്ടി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. വളരെ വേഗത്തിൽ, അല്ല, എക്സ്പ്രസ് ട്രെയിനൊക്കെ ആണെങ്കിൽ വളരെ വേഗത്തിലും എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പരസ്പരം അടുത്തിരിക്കുന്ന ആളുകളുമായിട്ട് ഒന്ന് അടുത്തിടപഴകുന്നതിന് മുമ്പ് തന്നെ, പരസ്പരം ഒന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ വളരെ വേഗത്തിൽ തിരുവനന്തപുരത്ത് എത്തുകയാണ് ചെയ്യുന്നത്. മറ്റേത് പഴയ യാത്രയിൽ നോക്കുക, 1.5 ദിവസത്തോളം വേണ്ടി വന്ന യാത്രയാണ് ഇപ്പോൾ, അല്ലേ, 1 മണിക്കൂർ കൊണ്ട്, അല്ലെ 3/4 മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് അവസാനിക്കുക. അപ്പോൾ ഇങ്ങനെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ ചെന്നാൽ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന പോർട്ടർമാരുടെ മരണവിളി, മദ്രാസ് മെയിൽ, ഹിന്ദു പടവിളി എന്ന് പറഞ്ഞാൽ, മദ്രാസ് മെയിൽ, ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് പത്ര കച്ചവടക്കാർ, അന്ന് പഴയ കാലമാണ്, പത്രം വിൽക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പിന്നെ സായിപ്പന്മാരുടെ ബൂട്ട് ശബ്ദം, ടിക്കറ്റ് കളഞ്ഞുപോയി എന്നുള്ള നെഞ്ചിടിപ്പ്, വണ്ടിക്കാരുടെ പിടിവലി എന്ന് പറഞ്ഞാൽ അവിടെ റിക്ഷക്കാർ വെളിയിലുണ്ടാകും, അല്ലേ, അവർ ഈ വലിയ പാക്കറ്റുകൾ സാധനങ്ങളുമായിട്ട് വലിയ പിന്നെ ബാഗൊക്കെ ആയിട്ട് വന്നിറങ്ങുന്ന ആളുകളെ ബാഗൊക്കെ, അല്ല, അവരങ്ങോട്ട് ഇങ്ങോട്ട് പാസാറേ ഇങ്ങോട്ട് പാസാറേ എന്നുകൊണ്ട് ഓരോരുത്തരും അങ്ങോട്ട് പിടിച്ചു വലിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ മിഴിച്ച് നിൽക്കുന്ന പുറത്തെ റോഡ്. അപ്പോൾ അന്ന് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ യാത്ര. എന്നിട്ട് ഇവിടെ ചെന്നാലോ, അല്ലേ, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഇറങ്ങി ഹോട്ടലിൽ ചെന്നാൽ, അല്ലേ, കാശിൽ ചോറ് കിട്ടും. അത് കഴിഞ്ഞാൽ വെളിയിൽ ആരോടും യാതൊന്നും സംസാരിക്കുവാൻ സമയമില്ല. ഇതിനിടയിൽ, അല്ലേ, പരിചയമില്ലാത്ത ആളുകളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലും. അപ്പോൾ എങ്ങനെയാണ് ഈ മാതിരി യാത്ര കൊണ്ട് വല്ല ലോകപരിചയവും സമ്പാദിക്കുക? അപ്പോൾ ഇന്നത്തെ യാത്ര ഇത്തരം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ, അല്ലേ, മനുഷ്യനും വളരെ മനുഷ്യ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്, അല്ല, അതുപോലെ തന്നെയാണ് ജീവിക്കുവാനുള്ളവൻ്റെ ബദ്ധപ്പാടുകളും ഏറെയാണ്. സ്വയം ഉൾവലിഞ്ഞ ഒരു പ്രകൃതമാണെന്ന് മനുഷ്യന് ധാരാളം ഉണ്ടാകുക. അല്ല, അവൻ്റെ ലോകമെന്ന് പറയുന്നത്, അല്ലേ, പലപ്പോഴും ഒരു വീട്ടിനകത്ത് 3 പേരുണ്ടെങ്കിൽ 3 പേരും 3 മൊബൈലുമായി 3 മൂലയിൽ കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. വീടിനകത്തുള്ളവർക്ക് പോലും പരസ്പരം സംസാരിക്കുവാൻ സമയം കിട്ടുന്നില്ല. പിന്നെ ഇല്ലേ പുറത്തിറങ്ങി ഇതുപോലെ ആളുകളുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അപ്പോൾ നമ്മൾ 3 കാലഘട്ടത്തിലെ യാത്രാനുഭവങ്ങൾ, അല്ല, ഈ കാലഘട്ടത്തിലെ യാത്രാനുഭവം, അല്ല, അത്യന്തം ഇതപ്പോൾ നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഈ 2 കാലഘട്ടത്തിലെ യാത്രാനുഭവങ്ങളിലൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഏറ്റവും ഇതിനേക്കാൾ വളരെയേറെ
നമ്മൾ പുതുമയുള്ള യാത്രാനുഭവങ്ങളാണ് നമുക്കുണ്ടാകുക. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു താരതമ്യ പഠനം ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.